friends, again welcome back to our YouTube channel English Academy. I am Ajay Kumar, the English trainer. It is always right to say, when the students are ready, the teacher will come. Students ready ആകുമ്പോൾ ടീച്ചർ പല രൂപത്തിൽ വരും. ടെക്സ്റ്റുകളുടെ രൂപത്തിൽ, എക്സ്പീരിയൻസിൻ്റെ രൂപത്തിൽ, ഒബ്സർവേഷൻ്റെ രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിൽ. മോഡേൺ ടീച്ചേഴ്സിൻ്റെ രൂപത്തിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡോട് കൂടി വരുന്നവർ മാത്രമല്ല ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചേഴ്സ്. റിയലി അവർ ബുക്ക് നോളജ് ആർ മിയർലി ബുക്ക് നോളജ്. വി ഷുഡ് ലേൺ ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസസ്. ദാറ്റ് ഈസ് ദ റിയൽ നോളജ്. നമ്മുടെ മോഡേൺ സ്റ്റുഡൻസ് പലപ്പോഴും അവർ റൂമുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ അവരുടെ ഒരു ലിമിറ്റഡ് സർക്കംസ്റ്റൻസിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. നമ്മുടെ കുട്ടികളെ മൈതാനത്തേക്ക് അയക്കുകയും അവിടെ ഫിസിക്കൽ എക്സർസൈസിൽ കൂടി അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പഴയതുപോലെ ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റും നമ്മുടെ നാടൻ സ്പോർട്സ് രൂപങ്ങളും ഒക്കെ കളിച്ച് വളർന്ന സാഹചര്യം ഉണ്ടാകണം. അവിടെ പലരും തരത്തിലുള്ള കുട്ടികളുമായി അവർ മിങ്കിൾ ചെയ്യുന്നു, പലതരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പോഴാണ് അവർ കറക്റ്റ് സിവിലൈസേഷൻ എന്ന അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി ഗിവൺ ഇൻ ക്ലാസ് റൂംസ് ഓർ ഇറ്റ് കനോട്ട് ബി ഗിവൺ ഫ്രം എ ടീച്ചർ. സോ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ആർ ദ two teachers that a student can learn alone. So instead of sending our children to more tuition classes, that even നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് 7th 8th ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനവും അവൻ്റെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്തതാണ്. പലതും ബേസിക് നോളജ് കൊടുക്കുന്നു, തീർച്ചയായിട്ടും അവന് ബേസ് ഉണ്ടാക്കുന്നു. പക്ഷേ ഈ അവൻ്റെ ജീവിതത്തിലേക്ക് അവനൊരു പ്രൊഫഷനോ അവൻ്റെ ജീവിതത്തിൽ കൾച്ചറൽ സിവിലൈസേഷനിലേക്കോ, അതായത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവനുണ്ടാകുന്ന രീതിയിലോ ഉള്ളതല്ല ഇതൊന്നും തന്നെ. അവരെ കൂടുതൽ എക്സ്പീരിയൻസിലേക്ക്, കൂടുതൽ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോകാൻ പാരൻസ്, നമ്മുടെ സൊസൈറ്റി ശ്രമിക്കണം. അതോടൊപ്പം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ സ്റ്റുഡൻസിനെ നിങ്ങൾ അവരുടെ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയാണ് വളർത്തേണ്ടത്. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മനസ്സിലാക്കി കുട്ടികളെ വളർത്തുമ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ, മറ്റ് സാമൂഹിക സാഹചര്യങ്ങളിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ചെന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസിൽ കൂടി ഒരു കുട്ടി യഥാർത്ഥത്തിൽ പഠിക്കുന്നു. ഒരു കുട്ടിക്ക് കൂടുതൽ വാത്സല്യം കൊടുത്ത്, സ്നേഹം കൊടുത്ത് ഒരു രക്ഷകർത്താവ് വളർത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം കട്ടപ്പുകയെന്ന അർത്ഥം. കാരണം അവന് എക്സ്പീരിയൻസ് ഇല്ല, പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. സോ ഡിയർ പാരൻസ്, give your children more chances to learn life from experience and observation, right?